ഹലോ ഗൈസ്, ഫ്ലോപ്പായി പോയ ഒരു ടെൻഡർ കോക്കനട്ട് പുഡിങ്ങിൻ്റെ റെസിപ്പി കണ്ടാലും അതിന് വേണ്ടി 2 കപ്പ് കരിക്കിൻ വെള്ളം വേണം. ആ കരിക്കിൻ വെള്ളത്തിന് മധുരം കുറവാണെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഗ്യാസ് ഓണാക്കി അതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കാം. ഈ ഒരു അളവിൽ ചൈന ഗ്രാസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അത് തിളച്ച് വരുമ്പോഴേക്കും ഗ്യാസ് ഓഫാക്കി അത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഒഴിച്ച് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോഴേക്കും അത് സെറ്റായി കിട്ടിക്കോളും. എന്നിട്ട് വേറൊരു മിക്സിയുടെ ജാർ എടുത്ത് നമ്മളെടുത്ത് കരിക്കിൻ വെള്ളത്തിൻ്റെ കരിക്കിൻ കാമ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കരിക്കിൻ വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഞാനിവിടെ എടുത്ത കരിക്കിൻ കാമ്പ് കുറച്ച് ലൂസ് ആയിട്ടുള്ളതാണ്. സോ അതാണ് ഇത്രയും വെള്ളം പോലെ തോന്നിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന കരിക്കിൻ കാമ്പ് പോലെ ഇരിക്കും അതിൻ്റെ കൺസിസ്റ്റൻസി. ചിലപ്പോൾ തിക്കായിട്ട് വരും, ചിലപ്പോൾ ഇതുപോലെ ലൂസായിട്ട് വരും. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആ പാലിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച് കരിക്കിൻ കാമ്പിൻ്റെ ആ ഒരു മിക്സ് ചേർത്ത് കൊടുത്ത് അത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വേണ്ട, അതായത് മധുരത്തിന് വേണ്ട പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കണം. ഈ ഒരു അളവിൽ ചൈന ഗ്രാസ് ഞാൻ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫാക്കി ഇതിൻ്റെ ചൂടൊന്ന് ആറാൻ മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച കരിക്കിൻ്റെ ആ കാമ്പ് ക്യൂബായി വന്നെന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് ഇവിടം തൊട്ടാണ് എൻ്റെ ഫ്ലോപ്പ് ആരംഭിക്കുന്നത്. ഞാനിട്ട ചൈന ഗ്രാസിന് എന്തോ ഒരു അളവ് കുറഞ്ഞു പോയെന്നാന്ന് തോന്നുന്നു. ഇത് ക്യൂബായിട്ട് വന്നില്ല, പകരം ഇങ്ങനെയാണ് വന്നത്. എന്നാലും തളരരുത് രാമൻകുട്ടി, തളരരുത് എന്ന് പറഞ്ഞ് ഞാൻ അത് സെറ്റാക്കാൻ വെച്ചു. അത് ആദ്യമേ വെച്ചു. പിന്നെ നമ്മുടെ പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ ഓരോ ലെയറാക്കി ഇതെന്തോ പായസം പോലെ ലാസ്റ്റായി. എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അടച്ച് ഒരു നൈറ്റ് ഫുള്ള് ഫ്രിഡ്ജിൽ വെച്ചു. എന്നിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോഴും അതങ്ങനെ പായസം പോലെ തന്നെ ഇരിക്കുന്നു. അപ്പം എനിക്ക് മനസ്സിലായി ഇത് ഫ്ലോപ്പായെന്ന്. എന്നാലും നമ്മളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ നമ്മൾ കളയാതെ അത് പായസം അല്ലെങ്കിൽ ഒരു ഷേക്ക് പോലെ കുടിക്കാമെന്ന് വിചാരിച്ച് ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. കാണാനൊക്കെ അടിപൊളിയാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ടെൻഡർ കോക്കനട്ട് പുഡിംഗ് ആയില്ലെങ്കിലും, പുഡിങ്ങിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആയില്ലെങ്കിലും ഇത് ഒരു ഷേക്കിൻ്റെ ഒക്കെ പരിവം പോലെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. താനീ കടയിൽ നിൽക്ക് മേടിക്കുന്ന ടെൻഡർ കോക്കനട്ട് ഷേക്കിൻ്റെ ടേസ്റ്റ് അടിപൊളിയായിട്ടുണ്ട്. പുഡിങ്ങിൻ്റെ ആ ഒരു രീതി ആയില്ലെങ്കിലും ടേസ്റ്റ് വൈസ് അടിപൊളി സാധനമാണ്. ഇത് ട്രൈ ചെയ്ത് നോക്കാൻ ഞാൻ പറയൂല. എൻ്റെ സക്സസ് മാത്രം നിങ്ങൾ കണ്ടാൽ പോരല്ലോ, ഫ്ലോപ്പും കാണണ്ടെന്ന് വിചാരിച്ചാണ്. ഇത് ഫ്ലോപ്പൊന്നുമല്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ തന്നെ.